ഏറ്റവും വലിയൊരു ഇൻവെസ്റ്ററുടെ ഒരു വിജയിയുടെ ഇന്ധനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് രണ്ട് കാര്യങ്ങളാണ് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിലൊന്ന് ആത്മവിശ്വാസവും രണ്ടാമതൊന്ന് സ്വപ്നവുമാണ് എന്നാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഗംഭീരമായ ഒരു കൊട്ടേഷനുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ കുറച്ചുറങ്ങുകയും കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്യും, കാരണം കണ്ണുകളടയ്ക്കുന്ന ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് വെളിച്ചമാണല്ലോ നഷ്ടപ്പെടുന്നത് എന്നോർത്ത്. ഞാൻ ആവർത്തിക്കാം: ഞാൻ കുറച്ചുറങ്ങുകയും കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്യും, കാരണം കണ്ണുകളടയ്ക്കുന്ന ഓരോ മിനിറ്റിലും 60 സെക്കൻഡ് വെളിച്ചമാണല്ലോ നഷ്ടപ്പെടുന്നത് എന്നോർത്ത്. വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ്റെ ഒരു ഹുക്കുള്ള വാചകങ്ങളായി എനിക്കിത് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചുറങ്ങുകയും കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്തവരാണ് ചരിത്രത്തിലെ സെലിബ്രിറ്റികൾ, ആഘോഷിക്കപ്പെട്ടവർ. ഏതു മേഖലയും നിങ്ങളെടുത്തോളൂ, അവർക്ക് 2 ഇന്ധനമേ ഉള്ളൂ, 2 മൂലധനമേ ഉള്ളൂ, 2 ക്യാപിറ്റലേ ഉള്ളൂ. ആ ക്യാപിറ്റൽ ആത്മവിശ്വാസവും സ്വപ്നവും മാത്രമാണ്. അത് ആർക്കെല്ലാം സ്വായത്തമാക്കാൻ കഴിയുമോ, പ്രതിസന്ധികളെ അതിജീവിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നതിനെ ആസ്പദമാക്കിയിരിക്കും. 2024 ഫിസിക്സിൻ്റെ നൊബൽ പുരസ്കാരം നേടിയ ഹിൻഡനുണ്ട്. ജിയോഫ്രൈ എവറസ്റ്റ് ഹിൻഡൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പൂർണ്ണ പേര്. 2024 ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിലെ നൊബൽ പുരസ്കാരം നേടി. അദ്ദേഹം ഫിസിക്സിൽ മാത്രമല്ല, കൊഗ്നിറ്റീവ് സയൻസിലും കൊഗ്നിറ്റീവ് സൈക്കോളജിയിലും ലോകപ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിനായിരുന്നു 24 നൊബൽ. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗോഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്: എങ്ങനെയാണ് AI നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും കാലത്തുണ്ടായിട്ടുള്ള ഒരു ആശങ്കയുണ്ട്. ആശങ്ക തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണോ ചെയ്യുന്നത്, നഷ്ടപ്പെടുത്തുമോ എന്നെല്ലാമുള്ള ആശങ്കകളുണ്ട്. ഹിൻഡൻ പറയുന്ന കാര്യം തീർച്ചയായിട്ടും ആ ആശങ്കകൾ എല്ലാ കാലം എന്നതുപോലെ ഇപ്പോഴുമുണ്ട്. പക്ഷേ നിലവിലുള്ള തൊഴിൽ സാധ്യതകളെ നഷ്ടപ്പെടുത്തുമെങ്കിലും അത് പുതിയ തൊഴിൽ സാധ്യതകളെ സൃഷ്ടിക്കും. ഏതുപോലെ? കഴിഞ്ഞ എല്ലാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും പോലെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും എന്നാണ് ഹിൻഡൻ പറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഹിൻഡൻ വിമർശനാത്മകമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീസിസിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് AI പുതിയ കാലത്ത് ഉപയോഗിക്കുന്നത്. AI എന്ന് പറയുന്നത് AIയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ തൊഴിൽ നഷ്ടപ്പെടുത്താനല്ല, മറിച്ച് AI ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോഴും അതിൻ്റെ സമീപനങ്ങളിലേക്ക് വരുമ്പോഴും ആ പ്രശ്നം ഉദിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വിമർശനാത്മകമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പുതിയ കാലത്തേക്കുള്ള അതൊരു ഇൻവെസ്റ്റർ ആകട്ടെ, പൊളിറ്റിക്കൽ സൈഡിൽ നിൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെർട്ടുകളാകട്ടെ, ബ്യൂറോക്രാറ്റുകളാകട്ടെ, ഭാവി കേരളത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും എല്ലാം റോഡ് മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും കൃത്യമായി വളരെ കൃത്യമായി നമുക്ക് അപഗ്രഥിക്കാൻ വേണ്ടി കഴിയണം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകും. നമ്മുടെ എഡ്യൂക്കേഷൻ, പാരൻറ്റിങ്ങിൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.